ഞങ്ങൾ വയനാട്ടിലെ കുറിച്യ ഭാഗമാണ്. ഞങ്ങൾ വയനാട്ടിലെ കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ്. ഞങ്ങൾ വയനാട്ടിൽ മാത്രമേ അറിയപ്പെടുന്നുള്ളൂ, മറ്റൊരു ജില്ലയിലോ സ്റ്റേറ്റിലോ ഉള്ളതായിട്ട് അറിയപ്പെടുന്നില്ല. ഞങ്ങൾ കൂട്ടുകുടുംബമായാണ് ജീവിക്കുന്നത്. ഒരു കുടുംബത്തിൽ 10, 60, 70 അംഗങ്ങളുണ്ടാവും. ചിലപ്പോൾ 100 അംഗങ്ങൾ കാണാം. കന്നുകാലികളും കൃഷിയുമാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം. ഇത് എപ്പോഴാണ് ഇങ്ങനെയുള്ള കൃഷി സമ്പ്രദായം തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ കഴിയില്ല. കാരണം ഇത് കാലാകാലങ്ങളായി ജീവിക്കാൻ വേണ്ടി അനുവർത്തിക്കുന്ന ഒരു കൃഷി സമ്പ്രദായമാണ് ഞങ്ങളുടേത്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് കാലം തുടങ്ങിയെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ സാധ്യമല്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളിവിടെ 10, 70, 80 അംഗങ്ങളോളം ഉള്ള ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. 22 ഏക്കർ നെൽപ്പാടവും 18 ഏക്കർ കരഭൂമിയും ഏകദേശം ഒരു 150ഓളം കന്നുകാലികളും ഒക്കെ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ കൃഷിയിൽ നിന്ന് ഉപജീവന മാർഗം തേടുന്ന ഞങ്ങൾക്ക് എപ്പോൾ തുടങ്ങി എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മറുപടി പറയാൻ എളുപ്പമല്ല. അങ്ങനെ ഞങ്ങൾ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങൾ ജീവിക്കുന്നത്. കുലം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും, തലക്കൽ ചന്തു, വീരപഴശ്ശി രാജാവിൻ്റെ ഇടംകൈയായി പ്രവർത്തിച്ച തലക്കൽ ചന്തുവിൻ്റെ മരുമക്കളാണ് ഞങ്ങൾ തലക്കൽ കുടുംബക്കാരാണ്. ആ തലക്കൽ കുടുംബക്കാരായ ഞങ്ങളുടെ തറവാട് ഒക്കെ ആയിട്ട് കൊടുമയിൽ എന്ന് പറയുന്ന തറവാടാണ് ഞങ്ങളുടെ തറവാട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 22 ഏക്കർ നെൽപ്പാടവും 18 ഏക്കർ കരഭൂമി, അങ്ങനെ ഒരു 40 ഏക്കർ ഭൂമി കൈവശം വെച്ചുകൊണ്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ ഏത് കാലം തുടങ്ങിയെന്ന് നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞങ്ങൾ കൃഷി ചെയ്യുന്നത് വയനാടിൻ്റെ പരമ്പരാഗത വിത്തുകൾ, അതായത് തനതായിട്ടുള്ള നെൽവിത്തുകളാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തനതായുള്ള നെൽവിത്തുകളിലേക്ക് എത്തിപ്പെട്ടത് എന്നൊരു ചോദ്യം വന്നാൽ എനിക്കൊന്നേ പറയാനുള്ളൂ. നമുക്കറിയാം, ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ഹരിത വിപ്ലവം നടപ്പിലാക്കുമ്പോൾ നമ്മൾ പൈതൃകമായ എല്ലാ വിത്തുകളും നമ്മൾ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് പുതിയ ഇനം വിത്തുകളിലേക്ക് നമ്മൾ രംഗപ്രവേശനം ചെയ്തു. അതിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആ രംഗപ്രവേശനത്തിൽ പച്ചക്കറി വിത്തുകൾ, പഴങ്ങൾ, അതുപോലെ തന്നെ മത്സ്യം, മാംസം, മുട്ട, പാല് എന്ന് വേണ്ട മുഴുവനും നമ്മൾ അതിലേക്ക് മാറിയപ്പോൾ പുതിയ ഇനം വിത്തുകളുടെ കടന്നുകയറ്റം കൊണ്ട് നമുക്ക് പഴയ അതായത് പൈതൃകമായ വിത്തുകൾ നഷ്ടപ്പെട്ട് പോകുന്നത് കണ്ടുകൊണ്ട് ആണ് എനിക്ക് ഇങ്ങനൊരു തിരിച്ചറിവ് ഉണ്ടാവാൻ സാധിച്ചത്. മാത്രമല്ല, നമുക്ക് പൈതൃക നെൽവിത്തുകൾ അത് നമുക്ക് കാലാകാലങ്ങൾ എത്ര വർഷം വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിത്തുകളാണ് പൈതൃക വിത്തുകൾ. അതേസമയത്ത് പുതിയനം വിത്തുകൾക്ക് ആയുസ് കുറവായിട്ടാണ് കാണുന്നത്. ഇപ്പം എൻ്റെ കയ്യിലുള്ള വിത്തുകൾ എന്ന് പറയുമ്പം 60ഓളം നെൽവിത്തുകൾ ഞാൻ കൃഷി ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട്. ആ 60ഓളം നെൽവിത്തുകൾക്ക് ഒരു നെൽവിത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് എന്ന് ചോദിച്ചാൽ അതും എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് കൈമാറി വന്നിട്ടുള്ള വിത്തായതുകൊണ്ട് എത്ര വർഷത്തെ പഴക്കം ഈ വിത്തിനുണ്ട് എന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയില്ല. അത്രയും പഴക്കമുള്ള നെൽവിത്തുകളാണ് എൻ്റെ കൈവശമുള്ളത്. മാത്രമല്ല, 200 ദിവസം, അതായത് വിത്തിട്ട് വിളവെടുക്കാൻ 200 ദിവസം, 150 ദിവസം, 120 ദിവസം, 90 ദിവസം അങ്ങനെ മൂപ്പുള്ള വിത്തുകളാണ് എൻ്റെ കൈവശം ഇപ്പോൾ ഉള്ളത്. കൂടാതെ രാസവളങ്ങളോ കീടനാശിനികളോ 1978 ശേഷം ഞാൻ രാസവളങ്ങളോ കീടനാശിനികളോ കളനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് എൻ്റെ കൃഷിമുറകൾ കൊണ്ടുപോകുന്നത്. അതെൻ്റെ പാടത്തും പറമ്പിലും ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം രാസവളത്തിൻ്റെയും കീടനാശിനി ഉപയോഗിച്ചുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്ത് അത് കഴിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്നും മാറി നമ്മളെ പഴയ പരമ്പരാഗതമായ പ്രകൃതിയിൽ നിന്ന് പ്രകൃതിദത്തമായ ധാന്യങ്ങൾ കൃഷി ചെയ്ത് പ്രകൃതിദത്തമായ ഭക്ഷണം കഴിച്ച് മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്തുക എന്നാണ് എൻ്റെ പോളിസി. അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകൾക്കും, കോളേജുകൾ, വിദ്യാർത്ഥികൾ,
എല്ലാ ആളുകൾക്കും ഞാൻ രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചുള്ള ധാന്യങ്ങൾ പരമാവധി ഒഴിവാക്കണം എന്ന സന്ദേശമാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒത്തിരി ആളുകൾ ഇതറിയാനും കേൾക്കാനും പഠിക്കാനും വരുന്നുണ്ട്. മാത്രമല്ല 100% പ്രകൃതിയെ ഒരിക്കലും ഞാൻ ധിക്കരിക്കാതെ പ്രകൃതിയെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രകൃതിയുമായും ചേർന്ന് നിന്നുകൊണ്ടാണ് എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഈ വീടുകൾ, വൈക്കോൽ മേഞ്ഞ വീടുകൾ, വൈക്കോൽ നെല്ലിൻ്റെ കച്ചി കൊണ്ടുണ്ടാക്കിയ വീടാണിത്. 155 വർഷത്തെ പഴക്കമുള്ള വീടാണിത്. ചാണകം മെഴുകിയ തറയാണ്. അപ്പോൾ ഈ വീട് കൊണ്ടുള്ള ആരോഗ്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്ര കണ്ട് ഗുണമുണ്ട് എന്നും നാം കുട്ടികളെയും വരും തലമുറയെയും പഠിപ്പിക്കാൻ കൂടിയാണ് ഈ വീട് ഞാനിങ്ങനെയും നിലനിർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ കൃഷിമുറകളും പ്രകൃതിയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്കിപ്പം നിങ്ങളോടൊരു അഭിമുഖത്തിൽ സംസാരിക്കാനുള്ളത്.